അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ 3 സിമ്പിൾ സ്റ്റിച്ചസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി വർക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈനാണ്. ചെറുതായിട്ടൊരു ട്രീ പോലുള്ള ഒരു ചെറിയ ഡിസൈനാണ് ഞാൻ ഇതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിരുന്നല്ലോ 3 സ്റ്റിച്ചുകളാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ സ്റ്റിച്ചുകളുടെ നെയിം ഞാൻ പറയാം. ഫസ്റ്റ് വൺ സ്റ്റെം, സെക്കൻഡ് വൺ സ്റ്റാർ, തേർഡ് വൺ ഫ്രഞ്ച് നോട്ട്. ഈ ഷാകൾക്കൊക്കെ സ്റ്റെമ്മും ആ ഫ്ലവറിന് സ്റ്റാറും ഫ്രഞ്ച് നോട്ടുമാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഹാഷ്, റെഡ്, ബ്ലാക്ക്, വൈറ്റ് ഇങ്ങനെ 4 കളറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എംബ്രോയ്ഡറി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ആ ഷാകകളൊക്കെ സ്റ്റെം ഇടാം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ബ്ലാക്ക് കളർ നൂലാണ് എടുത്തിരിക്കുന്നത്. 3 ഇഴയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മെയിനായിട്ട് വരുന്ന ഷാകൾക്കൊക്കെ 2 കളർ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്, ഹാഷും ബ്ലാക്കും. അതുകൊണ്ടാണ് ഞാൻ 3 ഇഴ എടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതിനൊക്കെ 6 ഇഴയിട്ട് സിംഗിൾ കളറിലങ്ങ് ഫിനിഷ് ചെയ്യുകയാണ്. സ്റ്റെമ്മിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ ബ്ലാക്ക് നൂലിട്ട് സ്റ്റെമ്മിടാണ്. ഞാൻ ഓൾറെഡി സ്റ്റെമ്മിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 3ാമത്തെ വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. അപ്പം സ്റ്റെമ്മ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ സ്റ്റെമ്മിൻ്റെ ട്യൂട്ടോറിയൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് ഞാൻ നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലധികം വിശദീകരിക്കുന്നില്ല. ഓൾറെഡി ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം ഇതിൽ ഞാൻ പറയുന്നില്ല. സ്റ്റെമ്മ് സെപ്പറേറ്റ് പഠിക്കണം എന്നുള്ളവർ ആ ലിങ്ക് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ അതിൽ സെപ്പറേറ്റ് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഞാൻ ട്രീയുടെ മെയിൻ ബ്രാഞ്ചസ് 2 കളറിട്ട് ചെയ്യുന്നുണ്ട്. 3 ഇഴയാണ് എടുത്തത്. സിംഗിൾ ബ്രാഞ്ചസൊക്കെ 6 ഇഴയിട്ട് ഒറ്റ കളറിലാണ് ചെയ്യുന്നത്. മെയിൻ ബ്രാഞ്ചസിൽ ബ്ലാക്കിൻ്റെ കൂടെ ഞാൻ ഹാഷ് കളറിട്ട് സ്റ്റെം ഇട്ട് കൊടുക്കുകയാണ്. ഈ ചെയ്തിരിക്കുന്ന പോലെ 3 ഇഴയിട്ട് ചെയ്ത ആ ലൈനിൽ 2ാമത് ഹാഷ് കളർ ഉപയോഗിച്ച് സ്റ്റെം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റാർ ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇതളും ഒരേ അളവിലായിരിക്കണം. അതുപോലെ സ്റ്റാർ ഫ്ലവർ മാക്സിമത്തിൽ പോയാൽ 7 ഇതളും മിനിമത്തിൽ 5 ഇതൾ, കൂടിപ്പോയാൽ 7, കുറഞ്ഞാൽ 5. അതിൽ കൂടുതലോ കുറവായ കാണാൻ ഒരു ഭംഗി ഉണ്ടായില്ല. നമ്മുടെ റണ്ണിങ് ചെയ്യുന്ന പോലെ തന്നെ ഇതൾ വരേണ്ട ഭാഗത്തേക്ക് കുത്തി അങ്ങ് എടുത്താൽ മതി. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ട് എപ്പോഴും ഒരേ പോയിൻ്റ് ആയിരിക്കണം സൂചി കുത്തി ഇറക്കേണ്ടത്. അവിടെ നമ്മൾ ആ 5 ഇതൾ അല്ലെങ്കിൽ 6 ഇതൾ 7 ഇതൾ ചെയ്യുമ്പോൾ ഈ എല്ലാ ഇതളും എൻഡ് ചെയ്യുന്നത് സെൻറ്റർ പോയിൻ്റ് ഒരേ പോയിൻ്റ് ആയിരിക്കണം. അവിടെ നമുക്ക് ഇട്ടിട്ട് വരുമ്പോൾ അവിടെ ഒരു ഹോള് പോലെ വരും. ഒരേ പോയിന്റിൽ കുത്തി താഴേക്ക് ഇറക്കാൻ ശ്രമിക്കുക, അതായത് സെൻറ്റർ പാർട്ട് മാത്രം. ഇപ്പം കുറച്ച് സ്റ്റാർ ഫ്ലവറോടെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 5, 6, 7 ഇത്രയും ഇതളെടുക്കുക. കൂടിപ്പോയാൽ സ്റ്റാർ ഫ്ലവറായിട്ട് തോന്നില്ല, കുറഞ്ഞാലും ഒരു രസം കാണില്ല. നമുക്കിത് ഫുള്ള് ഫിനിഷ് ചെയ്യാം. ഇനി വൈറ്റ് കളർ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ആ പൂമ്പൊടി എന്ന് പറയുന്നതില്ലേ പൂക്കളുടെ ആ ഭാഗം ചെയ്യാം. നാം ഫ്രഞ്ച് നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സൂചി എടുക്കുക. സൂചിയുടെ മുകളിൽ 2 തവണ നൂല് ചുറ്റുക. ചുറ്റിയതിന് ശേഷം സൂചി മുകളിലേക്ക് എടുത്ത് അതേ ഭാഗത്ത് കുത്തി ഇറക്കുക. ഈ ചുറ്റിയ നൂല് കുറച്ച് ബലമായിട്ട് പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ കെട്ട് വലുതായിട്ട് വീഴും. ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇടേണ്ട ഭാഗത്ത് സൂചി കുത്തി മുകളിലേക്ക് എടുക്കുക. ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിലാണ് ചെയ്യുന്നത്. സൂചി മറ്റേ കൈകൊണ്ട് പിടിച്ചതിന് ശേഷം സൂചിയിൽ 2 തവണ നൂല് ചുറ്റുക. ചുറ്റിയതിന് ശേഷം സൂചി കുത്തി എടുത്ത ഭാഗത്ത് തന്നെ സൂചി വീണ്ടും കുത്തി ഇറക്കുക. ഇറക്കിയിട്ട് ഈ ചുറ്റിയ നൂല് കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് സൂചി മെല്ലെ താഴേക്ക് വലിക്കുക. ഇതാണ് ഫ്രഞ്ച് നോട്ട്. വളരെ ഈസിയാണ്. ഇതുപോലെ നമ്മൾക്ക് എല്ലാ ഫ്ലവറും ഇങ്ങനെ ചെയ്യാം. നമ്മളുടെ ഡിസൈൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, കുറച്ച് സമയം മതി.
അപ്പോൾ ഞാൻ തുടക്കക്കാർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ യൂട്യൂബറാണ്, ഒന്ന് സപ്പോർട്ട് ചെയ്യണം.